that there are powers that try to refute this, just diagonally opposite to it. നമുക്ക് ഓരോരുത്തർക്കും ദൈവം വെച്ചിട്ടുള്ള ഒരു ആയുഷ്കാലമുണ്ട്. There is a time line that God has made for each one of us. എന്നാൽ നമ്മുടെ ആയുസ് പൂർത്തീകരിക്കാതെ വണ്ണം ഹല്ലേലൂയ ദൈവത്തിന്റെ പദ്ധതി നിവർത്തിക്കാതിരിക്കാൻ തക്കണം പോരാടുന്ന ഒരു ശക്തിയുണ്ട് നമ്മൾ തിരിച്ചറിയണം. There is a force that come to fight against you so that you will not fulfill the days of your life. പലപ്പോഴും നമ്മുടെ ശരീരത്തിന്റെ ബലഹീനതകളും വേദനകളും ഒക്കെ നിമിത്തം എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന. Many times we think because of the pain in our body and the physical things that we endure that we might think that Lord, I want to just die. എത്ര വലിയ ശ്രേഷ്ഠന്മാരായ ആത്മീയരാണെങ്കിലും ചില നിമിഷങ്ങളിൽ അങ്ങനെ ചിന്തിക്കേണ്ട അനുഭവങ്ങൾ കടന്നു വരാറുണ്ട്. No matter how spiritual a person becomes, there will be times that he will be thinking in such manner. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടവരാണ്. Jesus Christ was sent to this earth to die on the cross. അവസാന നിമിഷത്തിലേക്ക് താൻ കടന്നു ചെല്ലാതെ വേണം. അതിനു മുമ്പ് പലപ്പോഴും കർത്താവിന്റെ പ്രാണനെ എടുത്തു കളയുവാൻ തക്കണം പിശാച് ഒത്തിരി പരിശ്രമിച്ചിട്ടുണ്ട്. We can see how the enemy tried to take his life in the middle of his course, that even before he reached to the cross. ഉയർന്ന മലയിൽ നിന്ന് തലകീഴായി തന്നെ തള്ളിയിടുവാൻ പുരുഷാരത്തിന്റെ മധ്യത്തിൽ പിശാച് പ്രവർത്തിച്ചിട്ടുണ്ട്. From the mountain top to push him down upside down from the top of the mountain, the crowd tried to do that. ദൈവം തന്നിൽ വെച്ചിട്ടുള്ള മഹത്വമേറിയ ശുശ്രൂഷയുടെ ഹല്ലേലൂയ ആധിക്യത്തെ മാനസികമായ നിലയിൽ ഒരു ഭാരമാക്കി എടുത്തിട്ട് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങി പോകണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. The ministry God gave to Jesus Christ, that he even praying at one time, Lord, let this cup be removed from me. ഹല്ലേലൂയ അപ്രകാരമുള്ള പ്രാണവേദനയിൽ തന്റെ ഹല്ലേലൂയ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി തീരുവാനിടയായി. Because he was in such excruciating pain that even his sweat was turning into blood. ഹല്ലേലൂയ അതിന് സമാനമായി പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ചിലർ ഇന്ന് പകൽക്കാലം ഈ ഹല്ലേലൂയ ശബ്ദവീചിക്കൊള്ളുന്നുള്ള ദൈവത്തിന്റെ ആത്മ വ്യക്തമായിട്ട് നിങ്ങളെ കാണുകയാണ്. The Spirit of God is showing that there are such people in such pain and with such thoughts in their heart this morning. നിങ്ങളുടെ വേദനയുടെ ആധിക്യം നിമിത്തം നിങ്ങളുടെ ചിന്താഭാരങ്ങൾ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ആഴങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ, because of the burden of pain, that the thoughts are being diverted to such ways, in such manner, അതിനെ ശാരീരികമായിട്ടുള്ള ചില സയൻസ് ആൻഡ് സിംപ്റ്റംസ് ആയിട്ട് പുറത്തു കൊണ്ടുവരികയാണ്. And it manifests as different infirmities and different sicknesses in our body. മാനസികമായിട്ട് എത്ര ട്രീറ്റ് ചെയ്തിട്ടും അതിനൊരു പ്രതിവിധി കാണുന്നില്ല. No matter how many treatment is given to the same condition, there is no healing. എന്നാൽ യഥാർത്ഥ വൈദ്യൻ ഇന്ന് നിങ്ങളുടെ സമീപത്തുണ്ട്. Oh, but there is a real physician by your side this morning. നിങ്ങളുടെ സമീപത്ത് മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിലുണ്ട്. Not only he is near you, but he is within you. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. Yes, the Christ, the hope of glory is in you. ഈ ആയുഷ്കാലമൊക്കെ ദൈവം തന്ന ഈ ശരീരം ഹല്ലേലൂയ അവിടുത്തെ സാന്നിധ്യം വഹിച്ചുകൊണ്ട് മുന്നേറാനുള്ളതാണ്. Oh, that this body God has given so that we can carry his presence all the days of our life. അപ്പോസ്തലനായ പൗലോസ് ജഡത്തിൽ ശൂലം അനുഭവിച്ചവനാണ്. The Apostle Paul had experienced that the thorn in his flesh. ഹല്ലേലൂയ ജഡത്തിൽ ഒരിക്കലും അഹങ്കാരത്തിൽ നിഗളത്തിലേക്ക് പോകാതിരിക്കാൻ എപ്പോഴും കുത്തിക്കൊണ്ടിരിക്കുകയാണ്. That he always felt the piercing in his body all throughout his life. ഹല്ലേലൂയ ഈ പ്രതിസന്ധി മാറുവാൻ തക്കോണം 3 വട്ടം പൗലോസ് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനിടയായി. The Bible says that Paul prayed that this thorn will be removed from his flesh. കർത്താവ് പറഞ്ഞു സാത്താൻ നിന്നെ കുത്തിക്കോട്ടെ, എന്നാൽ ഞാൻ എന്റെ കൃപയാൽ നിന്നെ നിറയ്ക്കുകയാണ്. But Jesus said, let the enemy continue to pierce you, but I will fill you with my grace. ഒരുപക്ഷേ അത് ശാരീരികമായ ഒരു രോഗമായിരുന്നായിരിക്കാം. Maybe it is a physical infirmity. എന്നാൽ ഈ രോഗമുള്ള പൗലോസ് നടന്നു പോകുമ്പോൾ, but when this Paul who is sick in his body walks around, തന്റെ നിഴലുകൾ തട്ടി അവിടെ രോഗികൾ സൗഖ്യമാകുകയാണ്. and by the shadow of casting of his shadow, people are getting healed. മാത്രമല്ല തന്റെ വിയർപ്പ് തുടയ്ക്കുവാൻ ഉപയോഗിച്ച കർച്ചീഫുകൾ രോഗികളുടെ മേൽ കൊണ്ടിടുമ്പോൾ, that we can see even the towel that he used, that when it is placed on sick people, അവിടെ സൗഖ്യം നടക്കുകയാണ്. there is healing happening there.
ആത്മനിറവിൽ ഇങ്ങനെ മുന്നേറാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവസഭയിലെ ഓരോ അംഗങ്ങളും. This is how God has chosen you and me to walk in these last days. ഹല്ലേലൂയ. ഈ സിറ്റിയിൽ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഫിലദൽഫിയ എന്ന പേരിൽ ദൈവം നമ്മളെ ആക്കിയിട്ടുണ്ടെങ്കിൽ, if God has placed us in the city with the name Pentecostal Church of Philadelphia, ഇതിലുള്ള ഓരോ ജീവനുള്ള കല്ലുകളും, all the living stones in this house, പെന്തക്കോസ്തിന്റെ യഥാർത്ഥ ശക്തിയെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നവരാണ്. that God has chosen each one of you to reveal the real power of Pentecost. ആത്മനിറവിൽ നിങ്ങൾ നയിക്കപ്പെടുമ്പോൾ, when you walk and led by the Spirit, നിങ്ങൾ സ്ട്രീറ്റിൽ കൂടി നടന്നു പോകുമ്പോൾ, when you walk in the streets, അന്ധകാര ശക്തികൾ അഴിഞ്ഞു മാറുവാൻ, all the powers of the enemy will be loose. സഞ്ചരിക്കുന്ന ദൈവാലയമായി നിങ്ങൾ പലയിടത്തേക്കും കടന്നു ചെല്ലുമ്പോൾ, that you will be a walking temple of the Lord. ദൈവിക സംസർഗം അനേകർ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം, because of your presence they will know the presence of God. ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന നാം ഓരോരുത്തരും തിരിച്ചറിയുന്നുണ്ടോ നാം ദൈവത്തിന്റെ മന്ദിരമാണെന്ന്? Do you realize that you and I are called to be the temple of the Lord? ഹല്ലേലൂയ. മാനസിക സംഘർഷത്തിന്റെ ആധിക്യങ്ങൾ കടന്നു വരുമ്പോൾ, when stress comes into our life, കർത്താവിനെ കുറിച്ച് മറന്നു പോകുന്ന ഒത്തിരി സമയങ്ങളുണ്ട്. many times we forget the Lord. ഞാനൊരു സംഭവകഥ പറഞ്ഞു കൊള്ളട്ടെ. Let me tell you a real story. ഈ പാൻഡമിക്കിന്റെ ആധിക്യം വല്ലാതെ വർദ്ധിച്ചിരിക്കുന്ന സമയത്ത്, when the pandemic was in its heights, വളരെ ആത്മനിറവിൽ ദൈവത്തിന് വേണ്ടി കൃപാവരങ്ങളാൽ ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു ദൈവദാസൻ, a man of God who was being used mightily by God, തന്റെ ഹല്ലേലൂയ ഈ പ്രതിസന്ധികളെല്ലാം കടന്നു വരുമ്പോൾ ചർച്ചിലേക്ക് ആൾക്കാർക്ക് കടന്നു വരുവാൻ കഴിയുന്നില്ല. ആർക്കും കടന്നു വന്ന് തന്റെ അടുത്തേക്ക് ഫിസിക്കലായിട്ട് കടന്നു വരുവാൻ കഴിയുന്നില്ല. when nobody can physically come and meet with him, അത് പ്രാരംഭഘട്ടങ്ങളിൽ വളരെ സാമ്പത്തിക ക്ലേശങ്ങളും മാത്രമല്ല, കൂട്ടായ്മയുടെ ബന്ധങ്ങളുള്ള അകൽച്ചകളും എല്ലാം തന്നെ മാനസികമായിട്ട് നിരാശപ്പെടുത്തുവാനിടയായി തീർന്നു. the lockdowns and the financial crisis during the pandemic's time that has really caused him to become discouraged. അനേക നിരാശയിലുള്ളവരെ ദൈവകൃപയിലേക്ക് കൊണ്ടുവന്നവനാണ്. This is the man who encouraged a lot of people and brought them into the grace of God. ആത്മഹത്യ പ്രവണതയിലുള്ള അനേകരെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നവനാണ്. This is a man who led many who were going to commit suicide out of that state. എന്നാൽ ആ പ്രതിസന്ധി ഘട്ടത്തിൽ താൻ മറ്റാരോടും പറയാൻ കഴിയാത്തവണ്ണം വലിയ ഭാരത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി പോകുവാനിടയായി. In the midst of the crisis, he went deep into depression. ഹല്ലേലൂയ. എനിക്കൊരു മടങ്ങി വരവില്ല എനിക്ക് എന്ന് ചിന്തിക്കുവാനിടയായി. And he started to think that I have no return. അങ്ങനെയുള്ള മാനസിക വിഭ്രാന്തി എല്ലാം തന്റെ ഉള്ളിൽ കൂടിയിട്ട് താൻ ചിന്തിക്കുവാനിടയായി തീർന്നു, എങ്ങനെയും എന്റെ ജീവിതം അവസാനിച്ച് കിട്ടിയാൽ മതി. And he started to think, there is no hope for me, I need to end my life. പിശാച് ശക്തമായിട്ട് തന്റെ മുഴുവായുധമെടുത്ത് തനിക്കെതിരെ ആക്രമിപ്പാനിടയായി. The enemy started to fight against his mind and continue to attack him continuously. താൻ ചിന്തിച്ചു, ഇനി ഞാൻ മുന്നോട്ട് ജീവിക്കുന്നില്ല, എന്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കാൻ പോകുകയാണ്. He started to think, I am going to end my life, I don't want to live any longer. നിങ്ങൾക്ക് വളരെ റിലാക്സ് ചെയ്ത് കേൾക്കുവാൻ കഴിയുമായിരിക്കാം, എന്നാൽ വളരെ ഹല്ലേലൂയ തീഷ്ണതയുള്ള ഒരു കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത്. Maybe you are listening to this very relaxed, but I want to tell you this is a very intense thing that took place after. ശക്തമായ ഒരു അഭിഷക്തൻ ഹല്ലേലൂയ ആത്മഹത്യ ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. A powerful man of God making preparations secretly to commit suicide. അങ്ങനെ ഒരു ദിവസം വെളുപ്പിനെ 2 മണിക്ക് തന്റെ കൃത്യ നിർവഹണത്തിനുള്ള സകല കാര്യങ്ങളെ ക്രമീകരിച്ച് അതിലേക്ക് പടികൾ എടുത്തു വെക്കുകയാണ്. And he decided the day, and at 2 a.m., 2 o'clock in the morning, he decided to take steps toward ending his life. ഇതേ സമയം വളരെ വിദൂരങ്ങളിൽ ഒരു മനുഷ്യൻ തന്റെ സിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തന്റെ വാഹനത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. At the same time, another man of God was in his vehicle praying for the city that he is living in. ഹല്ലേലൂയ. ആ ദൈവദാസന് വേണമെങ്കിൽ മറ്റുള്ളവരെ പോലെ ഉറക്കത്തിൽ കിടന്ന് തന്റെ മെത്തയിൽ സുഖമായിട്ട് ഉറങ്ങുവാൻ കഴിയുമായിരുന്നു. He could have been at home and have slept. എന്നാൽ കൃത്യം 2 മണിയായപ്പോൾ ഹല്ലേലൂയ മറു സൈഡിൽ ആത്മഹത്യയ്ക്ക് വേണ്ടി ക്രമീകരിക്കേണ്ട ദൈവദാസനെ കുറിച്ചുള്ള പ്രേരണ ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ കൊടുത്തിട്ട് പറയുകയാണ്, നീ വേഗത്തിൽ അദ്ദേഹത്തെ വിളിക്കുക. 2 a.m., this man who is praying in his car start to feel about a burden for this other man who is trying to commit suicide in his heart, and he was impressed
to call him immediately. ഒരുപക്ഷെ അദ്ദേഹത്തിന് ചിന്തിക്കാം, ഇത് 2 മണിയാണ്, അദ്ദേഹം ഉറങ്ങുന്ന സമയമാണ്, അല്പം കൂടെ നേരം വെളുത്തോട്ടെ എന്നിട്ട് വിളിക്കാമെന്ന് ചിന്തിക്കാം. Maybe he starts to deliberate in his heart that it is 2 o'clock in the morning. It's not good. He might be sleeping. Why should I be calling him at this hour? I will wait till the morning and then I will call him. അപ്രകാരം ആത്മനിറവിൽ മൂവ് ചെയ്യപ്പെടുന്ന ദൈവദാസന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank God for such men of God who are willing to move in the spirit as the spirit lead them. അങ്ങനെയുള്ളവരുടെ മൂവ്മെന്റ് പലപ്പോഴും നമുക്ക് വട്ടാണെന്നും കിറുക്കാണെന്നും എന്താണ് ഇവർ കാണിച്ചു കൊടുക്കുന്നതൊക്കെ നാം ചിന്തിക്കാറുണ്ട്. Sometimes we might think such nonsense, what kind of nonsense is this man doing? ഹല്ലേലൂയ. എന്നാൽ ഈ ദൈവദാസൻ ഒന്നും നോക്കാതെ അദ്ദേഹത്തെ വിളിപ്പാനിടയായി തീർന്നു. But because he felt so strongly to call him, he started to call him at that hour. കുറെ നാളുകളായി തന്നെ ആരെയും വിളിക്കാതെ അന്വേഷിക്കാതെ ഇരിക്കുമ്പോൾ രാത്രിയുടെ യാമത്തിൽ 2 മണി നേരത്ത് തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ ഇതാ ഒരു ഫോൺ കോൾ വരികയാണ്. For a long while no one has called this man and he is preparing to kill himself at that hour, and all of a sudden his phone started to ring. ഈ അഭിഷക്തന്റെ ഒരൊറ്റ ഫോൺ കോൾ ആ ദൈവദാസന്റെ ഹല്ലേലൂയ ആയുഷ്കാലത്തിലേക്ക് തന്നെ മടക്കി കൊണ്ടുവരാനിടയായി തീർന്നു. And that one phone call changed the entire demeanor of this man, and he, instead of committing suicide, he came back to hope, came back to faith, and returned back to life. ദൈവമക്കളെ, എത്രയോ തവണ ദൈവത്തിന്റെ ആത്മാ നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. എഴുന്നേറ്റ് ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. How many times the Spirit of God has impressed in our heart to wake up, to get up and pray for such and such person. ഹല്ലേലൂയ. എത്രയോ തവണ നാം അതിനെ ഇതൊരു തോന്നലായിരിക്കാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ട് പിന്നെയും കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. How many times we have ignored such impressions in our heart and went back to our sleep. ദൈവത്തിന്റെ മഹത്തരമേറിയ പദ്ധതിയിലേക്ക് ഹല്ലേലൂയ പലപ്പോഴും ഒരു പങ്കാളിയാക്കുവാൻ ദൈവം ഒരു അവസരം തരുമ്പോൾ അതിനെ തള്ളി മാറ്റിയിട്ട് എത്ര പ്രാവശ്യം നാം മുന്നോട്ട് പോയിട്ടുണ്ട്. How many times we have ignored God's leading and prompting in our spirit and have gone with our own life. ഒരുപക്ഷേ നമ്മുടെ കൂടെ പിറപ്പോ സഭയിലെ ഹല്ലേലൂയ മറ്റൊരു കല്ലായിരിക്കാം ഒരു വലിയ പ്രതിസന്ധിയുടെ ആഴത്തിലായിരിക്കുന്നത്. It could be our own loved ones or someone that we are fellowshipping together in our church that are going through such hard crisis in their life. നിങ്ങളുടെ ഒരൊറ്റ പ്രാർത്ഥന മുട്ടൽ നിങ്ങൾ ആ ദൈവസ്ഥാനത്തിന്റെ ആഴത്തിലേക്ക് ധ്യാനിക്കുമ്പോൾ മറുസൈഡിൽ സാത്താന്റെ കോട്ടകൾ തകരുകയാണ്. But when you get on your knees and start praying for such that the work of the enemy on the other side will collapse. ഹല്ലേലൂയ. എത്രയോ അഭിഷക്തന്മാരുടെ മക്കൾ, എത്രയോ അഭിഷക്തന്മാർ മാനസിക സംഘർഷത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നുപോയിട്ടുണ്ട്. How many men of God and their children have gone through such horrific circumstances. ഹല്ലേലൂയ. നാം അതിനെ ഒരിക്കലും മറന്നു പോകുവാനിടയാകരുത്. Let us never forget such incidents. ആത്മാവിൽ നിന്ന് പ്രാർത്ഥിപ്പാനിടയാകട്ടെ. Oh, let us pray in the spirit. ഹല്ലേലൂയ. ദൈവമേ, അവിടുത്തെ മനോഹരത്വം എനിക്ക് കാണണം. Lord, I want to see your glory. ഹല്ലേലൂയ. അവിടുത്തെ മന്ദിരത്തിൽ എനിക്ക് ധ്യാനിക്കണം. I want to inquire in your temple. ഓ, അങ്ങ് എനിക്ക് വേണ്ടി വെച്ചിട്ടുള്ള ആയുഷ്കാലമൊക്കെയും അവിടുത്തെ ആലയത്തിൽ എനിക്ക് വസിക്കണം. I want to dwell in the house of the Lord all the days of my life. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ദാവീദ് പ്രതിസന്ധിയുടെ ആഴങ്ങൾ കൂടി കടന്നുപോയിട്ടുണ്ട്. David, who is praying in such manner, have gone through such crisis in his own life. അവിടെ താൻ ഒത്തിരി റിജക്ഷൻ അനുഭവിച്ച വ്യക്തിയാണ്. He had experienced so much rejection in his life. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. Even my father and my mother has forsaken me. എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. But the Lord will take care of me. ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ റിജക്ഷൻ അനുഭവിച്ച് അത് മാനസിക ഭാരമായി ഒറ്റപ്പെട്ടിരിക്കുന്ന വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. Many times you have gone through rejection in life and the Spirit of God is talking to you this morning. ഹല്ലേലൂയ. നിങ്ങളെ ആരും കാണുന്നില്ല, മനസ്സിലാക്കുന്നില്ല, നിങ്ങളോട് ആരും സംസാരിക്കുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. Maybe no one is seeing me, no one is hearing me, no one is talking to me. ജഡത്തിലെ കണ്ണൊന്ന് അടച്ചിട്ട് ആത്മാവിലെ കണ്ണൊന്ന് തുറന്നു നോക്കിക്കേ. But close that external eyes and open the high eyes of your heart. നിങ്ങളുടെ പ്രാണനോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെ നിങ്ങൾ തിരിച്ചറിയാനിടയാകും. Oh, identify the presence of God that is closer to your soul. പാട്ടുകാരൻ ഇപ്രകാരം പറയുന്നു, പ്രാണനേക്കാൾ അരികിലുള്ളതാൻ. Oh, that the psalmist says that he is closer than my own life. പ്രാണൻ നഷ്ടപ്പെടുമ്പോൾ ആത്മാവ് പറന്നു പോകുവാനിടയാകും. When we end our life, the Spirit depart from us. അതിനപ്പുറത്ത് നമ്മുടെ കരം പിടിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. But the one has continued to hold our hands even after that is always
with us. മാനുഷിക നിയന്ത്രണങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു ആത്മശക്തി നമ്മെ ഭരിക്കുന്നുണ്ടെന്ന് നാം മറന്നു പോകരുത്. Beyond human control, there is a spirit of God, the power of God that is controlling our lives. വൈദ്യശാസ്ത്രത്തിന്റെ ലിമിറ്റേഷൻസിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു ദൈവശക്തി നമ്മൾ വ്യാപരിക്കുന്നുണ്ടെന്ന് നാം മറന്നു പോകരുത്. We must remember that there is the power of God that is even beyond the comprehension of medical science. ഈ നിമിഷം തന്നെ ദൈവത്തിന്റെ ആത്മ ശക്തമായി നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്നു. Oh, even at this hour, wherever the power of God may work in your heart. ഒരു വേഗത്തിലുള്ള ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ വെളിപ്പെടുവാൻ പോകുകയാണ്. The accelerated work of God is going to be manifesting in your life. വൈദ്യശാസ്ത്രം അനുസരിച്ച് നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾ കൂടി വേണം നിങ്ങൾ പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കാൻ. According to medical science, you might need more time to get healed. എന്നാൽ അപ്പോസ്തലന്മാർ തൊട്ട ജീവന്റെ വചനത്തിന് നിമിഷങ്ങൾ മാത്രം മതി നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ. But the word of life that the apostles touched only take fraction of second for you to brought back to life. ആ ദൈവത്തിന്റെ വചനം ശക്തമായി നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. And that power of the word of life is touching you. നിങ്ങളുടെ നാഡീ ഞരമ്പുകളെ, തലച്ചോറിനെ, മാംസപേശികളെ തൊടുന്ന ദൈവ സാന്നിധ്യം. Oh, that power of God touching your swells and touching your brain, touching your heart this morning. ആന്തരിക അവയവങ്ങളെ റിസ്റ്റോർ ചെയ്യുന്ന ദൈവ സാന്നിധ്യം നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്നു. Oh, the presence of God that would touch the internal organs this morning. മറ്റാരുമല്ല, നിങ്ങളെ ക്രിയേറ്റ് ചെയ്ത നിങ്ങളുടെ സൃഷ്ടാവ് തന്നെയാണ് നിങ്ങളെ തൊടുന്നത്. Oh, not anybody else, but the creator of you is the one who is touching you. ഏത് പ്രശ്നത്തെ പരിഹരിപ്പാൻ സൃഷ്ടാവിന് കഴിയും. Oh, he can correct any deficiency in your life. ഹല്ലേലൂയ. കേട്ട വചനം ഇന്ന് വിശ്വാസമായി പരിണമിക്കട്ടെ. Let the word that you are hearing be transformed into faith this morning. നിങ്ങൾ അത്ഭുതമായി മാറുവാൻ പോകുകയാണ്. You are going to become a miracle. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിയെ തൊട്ടിട്ട് ഇതൊരിക്കലും മാറാത്ത രോഗമാണെന്ന് ഒരുപക്ഷെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാകാം. Maybe the doctors have said that you don't have immunity, that this sickness will not go away. എന്നാൽ ഇമ്മ്യൂൺ സിസ്റ്റത്തെയും നിയന്ത്രിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. God who controls the immune system is the one who we serve. ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരത്തിലുള്ള നിങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആന്റിബോഡികളെ നിർവീര്യമാക്കുന്ന ദൈവ സാന്നിധ്യം നിങ്ങളുടെ ശരീരത്തിൽ വ്യാപരിക്കുന്നുണ്ട്. All the things that are fighting against your body within your body, the power of God is moving this morning to help you, to heal you. ദൈവശക്തി അതൊന്ന് ചലിക്കപ്പെടുവാനിടയാകട്ടെ. Let the power of God move within you. അപ്പോസ്തലിക ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടിട്ട് The one who is called for the apostolic ministry. എന്നാൽ ഒരു പരിധിക്കകത്ത് ഒതുങ്ങി കടന്ന് കെട്ടിയ കെട്ടുകൾ ഇന്ന് അഴിയുവാനിടയാകണം. But I mean, enclosed within so small parameters, it's been broken this morning. പല സ്റ്റേറ്റുകളിലേക്കും പല സിറ്റികളിലേക്കും ദൈവത്തിന്റെ അഭിഷേകമായിട്ട് കടന്നു പോകുവാൻ ദൈവം വിളിച്ചിട്ട് God has called you to walk into many states and many cities with the anointing. പലപ്പോഴും സ്വന്തം ശരീരത്തിലേക്ക് നോക്കിയിട്ട് എന്നെ കൊണ്ടെങ്കിൽ പറ്റത്തില്ല, എന്റെ പ്രായം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ലിമിറ്റേഷൻസ് ഇട്ടിരിക്കുന്ന ലിമിറ്റേഷൻ ആത്മാവ് തകർക്കുകയാണ്. Oh, but looking at yourself and you're saying, how can I do this? And that spiritual limitation is being broken this morning. നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം നിങ്ങളോടാണ് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്. You can clearly know that the Spirit of God is speaking to you this morning. ഞാൻ നിങ്ങളുടെ തലയിൽ നിന്നൊന്ന് കൈവെക്കുന്നില്ല, എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് തോന്നിപ്പിക്കുന്നുണ്ട് ഇത് എന്നോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമാണെന്നുള്ളത്. I'm not going to come and lay hands on you, but you know in your heart this is a clear prophetic word for you this morning. അഭിഷക്തനെ പലപ്പോഴും ഈ വാഗ്ദത്തം മറന്നു പോകുന്നുണ്ട്, എന്നാൽ പിശാച് ഒരിക്കലും മറക്കാതെ അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് തിരിച്ചറിയുവാനിടയാകണം. Anointed man of God, sometimes you are forgetting these promises, but the enemy who is fighting against you is not forgotten the promises God has asked for you. ഹല്ലേലൂയ. മാനസികമായിട്ടുള്ള എക്സ്റ്റൻഷനും കഴിഞ്ഞു. 70 ഏറെയാൽ 80 കഴിഞ്ഞ വ്യക്തി ആടിനെ മേയിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ A man who had already crossed his limitation of 70 or 80, but he is the one leading the people of his God. മുൾപ്പടർപ്പിൽ നിന്ന് ഒരു ശബ്ദം വിളിക്കുകയാണ്, മോശേ മോശേ എന്ന്. Because he's hearing a voice from the burning bush, Moses, Moses. ഹല്ലേലൂയ. പിന്നെയും ഭാരങ്ങൾ നിറച്ചിട്ട് ഒരു സ്ഥലത്ത് ഒതുക്കിയിട്ട് ശാരീരിക രോഗങ്ങളിലെ നിരാശയിലേക്ക് കൊണ്ടുപോകാനുള്ള പിശാചിന്റെ തന്ത്രത്തെ തിരിച്ചറിയുവാനിടയാകണം. This morning let us realize the work of the enemy
to fill you with sickness and to bound you into certain limited parameters. ഹല്ലേലൂയ. ആത്മാവിൽ അതിനെ തിരിച്ചറിഞ്ഞ് ഒന്ന് കുടഞ്ഞു കളയുവാനിടയാകട്ടെ. Oh, this morning let us identify it in the spirit and shake it off of you. ആത്മനിറവിലുള്ളവൻ പരിശുദ്ധാത്മാവ് പറയുന്നത് മാത്രം കേൾക്കും. Oh, the one who is in the spirit will only hear and listen to what the Holy Spirit is saying to him. നിങ്ങളെ ബന്ധിക്കാൻ ചിലപ്പോൾ പിശാച് പലരെ ശട്ടം കൂട്ടിയിട്ടുണ്ട്. നിങ്ങളെ അവരുടെ ഒതുക്കി നിർത്താൻ കാണും. പലപ്പോഴും നിങ്ങൾ തോന്നും ഇതെന്നെ സഹായിക്കുകയാണെന്നുള്ളത്. Sometimes you might feel that this is helping me. What the enemy is doing is actually helping me. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് ഹല്ലേലൂയ ഇടപെടുകയാണ്, നിങ്ങളെ അയക്കുവാനുണ്ട്. But this morning the Spirit of God is real clearly stating that I am going to send you. അന്ധകാരത്തിലുള്ളവരോട് പുറത്തു വരുവാൻ തക്കവണ്ണം, To speak those who are in darkness to come out. ഭാരത്തിലിരിക്കുന്നവരോട് പുറപ്പെട്ടു പോകുക എന്ന് പറയുവാൻ തക്കവണ്ണം, The one who is in the burden to be released. വെളിച്ചത്തിന്റെ അധികാരമായി കൽപ്പിക്കേണ്ടവനാണ് താങ്കൾ. Oh, with the authority of the Spirit, you are called to command it. ഓ, നിങ്ങളാകുന്ന ദൈവിക മന്ദിരത്തിൽ നിറഞ്ഞു വ്യാപരിക്കുന്ന ദൈവശബ്ദം, ആ ദൈവ സാന്നിധ്യം അത് നിളഞ്ഞു തുളുമ്പി അനേകരിലേക്ക് എത്തിച്ചെല്ലുവാനുണ്ട്. Oh, that you are the temple of the Lord, and the presence of God that is in you need to overflow and go to other people. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില നിമിഷങ്ങൾ, ഒരു ചുരുങ്ങിയ നിമിഷങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. Shall we all stand in the presence of God for a few moments? ചില നിമിഷങ്ങൾ ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ച്, ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ച്. And let's start praying in the Spirit. ശാന്തരാബ ഹത്തന ദുരാബ റക്കേനിയ ദരാബ അർഥന ദുരാബ ശാന്തരാബ. ഹല്ലേലൂയ. അനിവാസിയിൽ പ്രാർത്ഥിക്കാൻ കഴിയാത്തവരെല്ലാം ഒന്ന് പ്രാർത്ഥിച്ച്. Those who are able to pray in the Spirit, start praying in the Spirit. ദുരാബ ശാന്തരാബ റക്കേനിയ ശാന്തരാബ. മുള്ളിന്റെ കുരുക്കൾ മാറിപ്പോകട്ടെ, ആത്മാവിന്റെ ചലനം ഇവിടെ വ്യാപരിക്കട്ടെ. Rakhana duraba shandaraba rekerere hastuna duraba rakhana daraba sendere manpo enne pularthum ullam karathil enne vaahikkum തള്ളിക്കളയാതെ മാറിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. പ്രാണനേക്കാൾ അരികിലുള്ളതാ ഭയപ്പെടുവാൻ കാര്യമില്ല. പ്രാണനേക്കാൾ അരികിലുള്ളതാ ഭയപ്പെടുവാൻ കാര്യമില്ല. സ്നേഹമേറെ നൽകുന്നതിനാ ഭാരപ്പെടുവാൻ നേരമില്ല. സ്നേഹമേ, ആത്മാവിലൊന്ന് പാടിക്കേ. നൽകുന്നതിനാ ഭാരപ്പെടുവാൻ നേരമില്ല. പിശാചിനോട് ശക്തമായിട്ട് പറഞ്ഞേ, എനിക്ക് ഭാരപ്പെടാൻ നേരമില്ല. Tell the devil I don't have time to be burdened. ഓ, പ്രാണനേക്കാൾ ശക്തമായി എന്നെ ഹല്ലേലൂയ ഒരാൾ ശക്തമായി പിടിച്ചിട്ടുണ്ട്. There is someone who has held me closer even than my own life. ഓ, ഞാൻ ആത്മാവിൽ സൗഖ്യം പ്രാപിച്ചിരിക്കുകയാണ്. I am healed in the name of Jesus. ഓ, ഞാൻ നടന്നും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോകുകയാണ്. And I'm going to praise him, walking and leaping. ഞാൻ ദൈവജനം കൂടുന്ന ആലയത്തിലേക്ക് കടന്നു പോവുകയാണ്. Oh, I'm going to where the presence of God is. ഞാൻ ഈ സാക്ഷ്യം പറയാൻ പോകുകയാണ്. I'm going to declare my testimony. ഒരു ശക്തിക്ക് എന്നെ തടഞ്ഞു വെക്കാൻ കഴിയത്തില്ല. No power can hold me back. കഴിഞ്ഞ നാളുകളിൽ എന്നെ കണ്ടവർക്ക് എന്നെ അതുപോലെയല്ല നീ കാണാൻ പോകുന്നത്. Those who have seen me in the past, that's not how I'm going to be seen anymore longer. എന്റെ കാഴ്ചപ്പാട് മാത്രമല്ല, മറ്റുള്ളവർക്ക് എന്നെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറുകയാണ്. Not in my own perspective, but how others see me is also going to radically change. ഓ, ദൈവം എന്നെ കാണുന്നത് പോലെ തന്നെ ഞാൻ എന്നെ കാണാൻ പോകുകയാണ്. See how God sees me. വിശ്വസിക്കുന്നവർക്ക് ആത്മാവ് നൃത്തം ചെയ്ത് വിദ്യാരാധിക്കാം. കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ ആത്മശക്തി പ്രാപിച്ച എല്ലാവരും മൗനമായിട്ടിരിക്കാൻ ചില നിമിഷങ്ങൾ ദൈവത്തെ ആരാധിക്കാം. Everyone, please worship
ആത്മാവിന്റെ ശക്തി ഒന്ന് പുതുക്കുവാനിടയാകട്ടെ.